മോർണിംഗ് ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. രാവിലെ തന്നെ പുറത്തുവരുന്നൊരു വാർത്ത അത് ഒറ്റപ്പാലത്ത് നിന്നാണ്. പാലക്കാട് ഒറ്റപ്പാലത്ത് എസ്ഐക്കും യുവാവിനും വെട്ടേറ്റിരിക്കുന്നു. ഗ്രേഡ് എസ്ഐ രാജ്നാരായണനും കസ്റ്റഡിയിലായിരുന്ന അക്ബറിനുമാണ് വെട്ടേറ്റത്. മറ്റൊരു സംഘർഷ സ്ഥലത്ത് നിന്നും അക്ബറിനെ കൊണ്ടുപോകുമ്പോഴാണ് ആക്രമണം ഉണ്ടായത്. ശ്രീകുമാരൻ വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന് ചേരുന്നുണ്ട്. ശ്രീത്ത്, എന്താണ് സംഭവിച്ചത്? ഒരു ഗ്രേഡ് എസ് ഐക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഇയാളുടെ പരിക്കെങ്ങനെയാണ്? വെട്ടേറ്റ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിശദാംശങ്ങൾ എന്താണ് ശ്രീകുമാരൻ? ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ് സംഭവം നടന്നത്. ഈ അക്ബറിനെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്താണ് ഈ ആക്രമണം നടന്നതെന്നാണ് പറയുന്നത്. മറ്റു രണ്ട് പ്രതികളുടെ പേര് വിവരങ്ങൾ കൂടി പോലീസിന് ഇതിനകം തന്നെ ലഭിച്ചിട്ടുണ്ട്. അവർ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പൊട്ടിയ ഓടും മറ്റും വെച്ചാണ് ഇദ്ദേഹത്തെ ആക്രമിച്ചിരിക്കുന്നത്. രണ്ട് യുവാക്കൾക്കെതിരെ കൂടി കേസ് എടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. രാജനാരായണൻ എന്ന എസ് ഐക്കാണ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത്. പൊട്ടിയ ഓടും മറ്റും ആയുധങ്ങളും ഉപയോഗിച്ച് ആക്രമിച്ചു ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ മുറിവേൽപ്പിച്ചു എന്നാണ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഈ രാജനാരായണൻ ഇപ്പോൾ ചികിത്സയിലുള്ളത്. എന്തായാലും പരിക്ക് ഗുരുതരമല്ല, പക്ഷേ പ്രതികൾ ഇപ്പോൾ കസ്റ്റഡിയിലാണ് എന്നാണ് പറയുന്നത്. മീറ്റ്നയിലെ മറ്റൊരു അടിപിടിയുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടി പോയത്. ആ സമയത്താണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായതെന്നും പറയുന്നുണ്ട്. പ്രതികളുടെ ദൃശ്യങ്ങളടക്കം കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീത്ത്, എത്ര പേരാണ് ഈ എസ് ഐക്ക് നേരെ ആക്രമണം നടത്തിയത്? എത്ര പേർ കസ്റ്റഡിയിലുണ്ട്? ഇനി ആളുകൾ പിടിയിലാകാനുണ്ടോ? അത് സംബന്ധിച്ച വിവരങ്ങളൊക്കെ പോലീസ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നുണ്ടോ ശ്രീത്ത്? പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് രണ്ടുപേരാണ്. ആ രണ്ടുപേരുടെ പേര് വിവരങ്ങൾ പോലീസിന് വിവരങ്ങൾ തന്നെ ലഭിച്ചിട്ടുണ്ട്. അവർ കസ്റ്റഡിയിലുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രതികളെ കസ്റ്റഡിയിൽ എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നു നടത്തിയത്. ആ സമയത്തായിരുന്നു ഈ ഒരു ആക്രമണം നടന്നതെന്നും പറയുന്നു. ഈ രണ്ടുപേരെയും പോലീസ് ഇതിനകം തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഒരു അറസ്റ്റ് അടക്കമുള്ള തുടർ നടപടികളിലേക്ക് കടക്കും. മീറ്റ്നയിൽ ഒരു സംഘർഷം നടന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് എസ് ഐ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടത്തിയത്. അപ്പോഴാണ് ഒരു ആക്രമണം നടന്നതെന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും എസ് ഐയുടെ പരിക്ക് രാജനാരായണൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ പരിക്ക് ഗുരുതരമല്ല എന്നും ഇതിനകം തന്നെ പോലീസ് അറിയിക്കുന്നുണ്ട്. ശരി, ശ്രീകുമാരൻ പാലക്കാട്ട് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്ന് വീണ്ടും ചേരും. ലോക്സഭയിൽ കോസ്റ്റൽ ഷിപ്പ് ബില്ല് അവതരിപ്പിക്കും. വഖഫ് നിയമ ഭേദഗതി ബില്ല് ഈ സഭാ കാലയളവിൽ അവതരിപ്പിക്കാനാണ് നീക്കം. ലിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും ബില്ല് നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കാനാണ് സാധ്യത എന്ന വിവരമുണ്ട്. വഖഫ് നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങൾ ഉണ്ടായാൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകും. KCBCയും CBCയും ബില്ലിനെ പിന്തുണച്ചത് പ്രതിപക്ഷത്തെ സഭയ്ക്കുള്ളിൽ പ്രതിസന്ധിയിലാക്കും. രാജ്യസഭയിൽ ത്രിഭുവൻ സഹകാരി യൂണിവേഴ്സിറ്റി ബില്ലിന്മേലുള്ള ചർച്ച ഇന്നും തുടരും. കേരള സർവകലാശാല MBA ഉത്തരക്കടലാസുകൾ കാണാതായ സംഭവത്തിൽ തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ അടിയന്തര യോഗം ഇന്ന് ചേരും. സിൻഡിക്കേറ്റ് എക്സാമിനേഷൻ വിഭാഗം ഉപസമിതി യോഗമാണ് വൈസ് ചാൻസലർ വിളിച്ചിട്ടുള്ളത്. 71 വിദ്യാർത്ഥികളുടെ പരീക്ഷ വീണ്ടും നടത്താൻ തന്നെയാണ് സർവകലാശാല തീരുമാനം. പരീക്ഷ 7-ാം തീയതി നിശ്ചയിച്ചുവെങ്കിലും തീയതി നീട്ടാനും ആലോചനയുണ്ട്. പരീക്ഷ നടത്തിയാൽ ഉടൻ ഫലം പ്രഖ്യാപിക്കാനുള്ള നടപടികൾ ഇന്നത്തെ യോഗം തീരുമാനിക്കും. ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെടുത്തിയ അധ്യാപകനെതിരെ നടപടി സ്വീകരിക്കാൻ സിൻഡിക്കേറ്റ് യോഗം നേരത്തെ തീരുമാനിച്ചിരുന്നു. CPIM 24-ാം പാർട്ടി കോൺഗ്രസിന് നാളെ തമിഴ്നാട്ടിലെ മധുരയിൽ തുടക്കം. CPIM പാർട്ടി കോൺഗ്രസിന് തമിഴ്നാട്ടിലെ മധുരയിൽ നാളെ തുടക്കമാവുകയാണ്. ഏപ്രിൽ 2 മുതൽ 6 വരെ തമുക്കം മൈതാനത്ത് അന്തരിച്ച ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ പേരിലുള്ള വേദിയിലാണ് പാർട്ടി കോൺഗ്രസ് നടക്കുക. പാർട്ടി കോൺഗ്രസിനുള്ള പ്രസിഡിയവും കമ്മിറ്റികളും തീരുമാനിക്കുന്നതിനായി ഇന്ന് വൈകിട്ട് 6 മണിക്ക് പൊളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾ ചേരും. ചരിത്രത്തിലാദ്യമായി ജനറൽ സെക്രട്ടറി ഇല്ലാതെയാണ് CPIMന്റെ പാർട്ടി കോൺഗ്രസ് ചേരുന്നത്. അതിനാൽ തന്നെ അടുത്ത ജനറൽ സെക്രട്ടറി ആര് എന്ന ചർച്ചകളാണ് ഇത്തവണ സജീവമാകുന്നത്. 75 വയസ്സ് പ്രായപരിധിയിൽ പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൂടാതെ ചിലർക്ക് ഇളവ് നൽകണം എന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇളവ് ലഭിക്കുന്ന നേതാക്കളിൽ ഒരാൾ ജനറൽ സെക്രട്ടറി ആകാനാണ് സാധ്യത. അല്ലാത്തപക്ഷം കേരള ഘടകത്തിൽ നിന്നുള്ള MA ബേബിയുടെ പേരാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സജീവമായി പരിഗണിക്കുന്നത്. ജമ്മുകശ്മീരിലെ കത്വയിൽ വീണ്ടും ഏറ്റുമുട്ടലുണ്ടായിരിക്കുന്നു. ജുത്താന മേഖലയിലാണ് സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടിയത്. 3 ഭീകരരെ സേന വളഞ്ഞതായാണ് വിവരം. മേഖലയിൽ കൂടുതൽ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. ഭീകര സാന്നിധ്യത്തെ തുടർന്ന് നടത്തിയ തെരച്ചിലിനിടയിലാണ് സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിവെപ്പുണ്ടായത്. ഈ മാസം 23-ന് കത്വ മേഖലയിൽ സുരക്ഷാ സേന ആരംഭിച്ച ഭീകരവിരുദ്ധ നടപടി പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ തവണയുണ്ടായ ഏറ്റുമുട്ടലിൽ 3 ഭീകരരെ സേന വധിച്ചിരുന്നു. 4 സുരക്ഷാ ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിക്കുകയും ചെയ്തു.
മ്യാൻമർ ഭൂചലനത്തിൽ മരണസംഖ്യ 2000 കടന്നു. 3000-ലധികം പേർക്ക് പരിക്കേറ്റു എന്നാണ് ഔദ്യോഗികമായുള്ള വിവരം. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. മ്യാൻമറിൽ ഭരണകൂടം ഒരാഴ്ചത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. രക്ഷാദൌത്യ മേഖലയിലേക്ക് ഇന്ത്യയുടെ ഓപ്പറേഷൻ ബ്രഹ്മദൌത്യം തുടരുകയാണ്. ഇന്ത്യ ഇതുവരെ 137 ടൺ വസ്തുക്കളാണ് എത്തിച്ചത്. മ്യാൻമർ ജനതയ്ക്കായി UK സർക്കാർ 1 കോടി പൗണ്ടിന്റെ പാക്കേജ് പ്രഖ്യാപിച്ചു. ഐക്യരാഷ്ട്രസഭയും ചൈനയും സഹായ വാഗ്ദാനം ദുരിതാശ്വാസ സഹായം എന്ന നിലയിൽ എത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമുണ്ടായ തുടർ ചലനങ്ങളിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ ഇല്ല. CPM പത്തനംതിട്ട ഏരിയ സെക്രട്ടറിയുടെ ഭീഷണി നേരിട്ട നാരങ്ങാനം വില്ലേജ് ഓഫീസർ ജോസഫ് ജോർജ് ഇന്ന് തിരികെ ജോലിയിൽ പ്രവേശിക്കും. 4 ദിവസത്തെ അവധിക്ക് ശേഷമാണ് ഓഫീസിൽ തിരിച്ചെത്തുന്നത്. സ്ഥലമാറ്റം വേണ്ടെന്ന് കാണിച്ച് കളക്ടർക്ക് അപേക്ഷ നൽകും. അണികളിൽ നിന്ന് പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്ന് ഏരിയ സെക്രട്ടറി MV സഞ്ജു ഉറപ്പ് നൽകിയതിന് പിന്നാലെയാണ് ജോസഫ് ജോലിയിൽ തിരികെ പ്രവേശിക്കുന്നത്. സാമ്പത്തിക വർഷം അവസാനിച്ചെങ്കിലും MV സഞ്ജു ഇതുവരെ കുടിശ്ശികയുള്ള നികുതി അടച്ചിട്ടില്ല. കണ്ണൂർ മുൻ ADMK നവീൻ ബാബുവിന്റെ മരണത്തിൽ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ പകർപ്പിനായി PP ദിവ്യ ഇന്ന് കണ്ണൂർ 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകും. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റായ PP ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം നൽകിയത്. പകർപ്പ് ലഭിച്ച ശേഷം കേസിനെതിരെ നിയമപരമായ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് PP ദിവ്യയുടെ തീരുമാനം. യാത്രയപ്പ് യോഗത്തിലെ ദിവ്യയുടെ അധിക്ഷേപ പ്രസംഗത്തിൽ മനംനൊന്താണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. കോഴിക്കോട് നിന്ന് കാണാതായി പൂനെയിൽ കണ്ടെത്തിയ 13 വയസ്സുകാരനുമായി പോലീസ് സംഘം ഇന്ന് കേരളത്തിലേക്ക് തിരിക്കും. പൂനെ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ഹോട്ടലിൽ ജോലി ചെയ്യുകയായിരുന്ന കുട്ടിയെ ഇന്നലെ രാത്രിയാണ് കണ്ടെത്തിയത്. മാർച്ച് 24-നാണ് വേദവ്യാസ സൈനിക് സ്കൂളിലെ ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് കുട്ടി അതിസാഹസികമായി പുറത്തു കടന്നത്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കന്യാകുമാരി പൂനെ എക്സ്പ്രസിൽ കുട്ടി കയറുന്ന CCTV ദൃശ്യങ്ങളാണ് പോലീസ് അന്വേഷണത്തിൽ നിർണായകമായത്. കോഴിക്കോട് ടൗൺ ACPയുടെ നേതൃത്വത്തിൽ നടക്കാവ് CIയുടെ സംഘവും സിറ്റി ക്രൈം സ്ക്വാഡും ചേർന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. യുക്രൈനിൽ സമാധാനം കൊണ്ടുവരാനുള്ള ചർച്ചകൾ അമേരിക്കയുമായി പുരോഗമിക്കുകയാണെന്ന് റഷ്യ. ഇന്നലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ച ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണത്തിന് മറുപടി പറയുകയായിരുന്നു റഷ്യൻ പ്രസിഡന്റ്. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മധു കൊട്ടാരക്കര, ഗുഡ് മോർണിംഗ്. ഇന്നലെ പുടിൻ സ്വീകരിക്കുന്ന നിലപാടിനെതിരെ ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രതികരണം നമുക്ക് മുമ്പിലുണ്ട്. എന്താണ് തുടർന്നുള്ള ചർച്ചകളിൽ പ്രതീക്ഷിക്കേണ്ടത്? അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്ന നീക്കങ്ങളെ, ചർച്ചകൾക്കുള്ള സാധ്യതകളൊക്കെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? മധു കൊട്ടാരക്കര. ഗുഡ് മോർണിംഗ് റീജിത്ത്. യുക്രൈനിൽ യുദ്ധം അവസാനിപ്പിച്ച് സമാധാനം കൊണ്ടുവരേണ്ടത് ഒരു അഭിമാന പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്. കഴിഞ്ഞ ദിവസം റീജിത്ത് സൂചിപ്പിച്ചതുപോലെ NBC ന്യൂസ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെതിരെ ഡൊണാൾഡ് ട്രംപ് വളരെ രൂക്ഷമായിട്ട് സംസാരിച്ചത്. യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ ക്രെഡിബിലിറ്റിയെ കഴിഞ്ഞ ദിവസം പുടിൻ ചോദ്യം ചെയ്തിരുന്നു. ഇതായിരുന്നു ഡൊണാൾഡ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. അമേരിക്കയും റഷ്യയും സമാധാന ചർച്ചകൾ നടത്തുമ്പോൾ യുക്രൈനിൽ ഒരു ടെമ്പററി ഭരണകൂടം സ്ഥാപിതമാകണമെന്നായിരുന്നു പുടിന്റെ ആവശ്യം. വേണ്ടി വന്നാൽ ട്രംപ് പറയുന്നത് റഷ്യയിൽ നിന്ന് വരുന്ന എണ്ണ ഉൽപ്പാദനങ്ങൾക്ക് അധിക തീരുവ ഏർപ്പെടുത്തും, 25 മുതൽ 50% വരെ എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതോടെ ഈ വിഷയത്തിൽ റഷ്യ ഇന്ന് പ്രതികരിച്ചിരിക്കുകയാണ്. യുക്രൈനിൽ സമാധാനം കൊണ്ടുവരുവാനുള്ള ചർച്ചകൾ അമേരിക്കയുമായിട്ട് നല്ല രീതിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണെന്നും അതിനായിട്ട് ഇരു രാജ്യങ്ങളും പരസ്പരം ആശയങ്ങളൊക്കെ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിലുപരി കഴിഞ്ഞ ഭരണകാലത്ത് തകർന്നുപോയ ഉഭയകക്ഷി ബന്ധം തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും നയതന്ത്ര തലത്തിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപുമായി തുടർ ചർച്ചകൾക്കായി പുടിൻ എപ്പോൾ വേണമെങ്കിലും തയ്യാറാണെന്നാണ് റഷ്യയുടെ ഔദ്യോഗിക വക്താവ് ഡ്മിട്രി പെസ്കോവ് ഇന്ന് പറഞ്ഞത്. ഇതുവരെയും എന്നാൽ പറയത്തക്ക പുരോഗതി ഒന്നും മാധ്യമങ്ങളോട് പറയത്തക്ക രീതിയിലൊന്നും ഈ ചർച്ചകളിൽ ഒന്നും ഉരുത്തിരിഞ്ഞിട്ടില്ല. ഈ വിഷയത്തിന്റെ സങ്കീർണതയൊക്കെ നോക്കുമ്പോൾ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുക അത്ര എളുപ്പമല്ല, അതിന് ഒരുപാട് സമയമെടുക്കുമെന്നാണ് റഷ്യ ഇപ്പോൾ പറയുന്നത്. റിജിത്ത്. മധു കൊട്ടാരക്കര, നേരത്തെ മധു സൂചിപ്പിച്ചതുപോലെ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. അത് വലിയൊരു അജണ്ടയുമാണ്. അതിൻ്റെ ഭാഗമായി തുടർ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഈ നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അതൊരു ഘട്ടത്തിൽ വലിയ വാക്പോരിലേക്കുമൊക്കെ പോകുന്നത്. പിന്നീട് അതിൻ്റെ തിരിച്ചുള്ള മറുപടി എന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നത് ഈ പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. അതിനിടയിൽ ഒരു ഭാഗത്ത് ആക്രമണം തുടരുന്ന പശ്ചാത്തലവുമുണ്ട്. ഒരു സമവായം ഉടൻ സാധ്യമാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടോ മധു?
ശ്രീജിത്ത്, ഇതിന് ഏറെ സമയമെടുക്കാനുള്ള സാധ്യത ഏറെ സമയമെടുക്കും. കാരണം ഈ സെലൻസ്കിയും പുടിനും തമ്മിൽ ഒരു രീതിയിലും ചേരുന്നില്ല. തന്നെയുമല്ല, സെലൻസ്കി ഇന്നലെ രാത്രിയിൽ യുക്രൈൻ ജനതയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ ഏതാണ്ട് 1,83,000 യുദ്ധ കുറ്റങ്ങൾ റഷ്യ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും പുടിനെ പ്രകോപിപ്പിക്കും. ഇതിന്റെ ഇടയിലാണ് അമേരിക്ക പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ശക്തമായ ഭീഷണിയിലൂടെ ഒരു വശത്ത് യുക്രൈൻ ആയുധം നൽകുന്നത് നിർത്തിവെക്കുക, അതുപോലെ ഉപരോധം റഷ്യക്ക് മേൽ ഏർപ്പെടുത്തുമെന്നുള്ള ഈ ഭീഷണികളിലൂടെ മാത്രമേ ഒരുപക്ഷെ ഇരുവരെയും ഒരു സമവായത്തിൽ എത്തിക്കുവാൻ അമേരിക്കയ്ക്ക് സാധിക്കുകയുള്ളൂ. ശ്രീജിത്ത്. ശരി, മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയായിരുന്നു. എന്തായാലും യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ സജീവമായി നടക്കുന്നു. അതിനിടയിൽ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ കൂടി 24-ാം പാർട്ടി കോൺഗ്രസിന് CPIM പാർട്ടി കോൺഗ്രസിന് നാളെ തമിഴ്നാട്ടിലെ മധുരയിൽ തുടക്കമാവും. ഏപ്രിൽ 2 മുതൽ 6 വരെ തമുക്കം മൈതാനത്ത് അന്തരിച്ച ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ പേരിലുള്ള വേദിയിലാണ് പാർട്ടി കോൺഗ്രസ് ചേരുക, CPIM പാർട്ടി കോൺഗ്രസ് ചേരുക. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, പ്രായപരിധിയിൽ പിണറായി വിജയനല്ലാതെ മറ്റേതെങ്കിലും നേതാക്കൾക്ക് ഇളവുണ്ടോ എന്നുള്ള ചോദ്യം, ഏറ്റവും പ്രധാനമായി അടുത്ത ജനറൽ സെക്രട്ടറി ആരായിരിക്കുമെന്ന ചോദ്യം, അതിനൊക്കെ പാർട്ടി കോൺഗ്രസിൽ ഉത്തരമാവാൻ പോകുന്നു. നാളെ പാർട്ടി കോൺഗ്രസിന് തുടക്കമാകാൻ പോകുന്നു. വിശദാംശങ്ങൾ ബൽറാം. റിജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തവണ പാർട്ടി കോൺഗ്രസ് എന്നുള്ളത് ഏറെ നിർണായകമാണ്. ഒട്ടേറെ പ്രത്യേകതകൾ ഇത്തവണത്തെ പാർട്ടി കോൺഗ്രസിനുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ചരിത്രത്തിലാദ്യമായി പാർട്ടി കോൺഗ്രസ് ഒരേ സ്ഥലത്ത് ഒരേ നഗരത്തിൽ മൂന്നാമതും ചേരുകയാണ് മധുരയിൽ. ഇത്തവണ മധുരയിൽ അന്തരിച്ച ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ പേരിലുള്ള തമുക്കം മൈതാനത്തെ വേദിയിലാണ് പാർട്ടി കോൺഗ്രസ് ചേരുന്നത്. നാളെ മുതൽ ഏപ്രിൽ 6 വരെയാണ് പാർട്ടി കോൺഗ്രസ്. ഈ പാർട്ടി കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ ചരിത്രത്തിൽ ആദ്യമായി ഒരു ജനറൽ സെക്രട്ടറി ഇത്തവണ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇത്തവണത്തെ പാർട്ടി കോൺഗ്രസിന്റെ പ്രധാന അജണ്ടകളിൽ ഒന്നായി തന്നെ വിശേഷിക്കപ്പെടുന്നത്. സീതാറാം യെച്ചൂരിക്ക് പകരം ആര് വരും എന്ന് എല്ലാവരും തന്നെ ഉറ്റുനോക്കുകയാണ്. പ്രായപരിധി കർശനമായി പാലിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള 7 നേതാക്കൾ ഒഴിയേണ്ട സാഹചര്യം ഉണ്ടാകും. എന്നാൽ മുഖ്യമന്ത്രിക്ക് ഇത്തവണ ഒഴിവുണ്ടായേക്കും എന്നുള്ള വ്യക്തമായ സൂചനകൾ ആദ്യഘട്ടം മുതൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇതുകൂടാതെ മറ്റ് ചില നേതാക്കൾക്ക് കൂടി പോളിറ്റ് ബ്യൂറോയിൽ ഈ പ്രായപരിധിയിൽ ഇളവ് ലഭിച്ചേക്കും എന്ന സൂചനകളുണ്ട്. കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ യുവ നേതാക്കൾ തന്നെ ഈ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. പാർട്ടിക്ക് അനുഭവ പരിചയമുള്ള നേതാക്കളുടെ അല്ലെങ്കിൽ ഇല്ലാത്തത് ഒരു പ്രതിസന്ധി ഉണ്ടാക്കും. കൂടുതൽ നേതാക്കൾ ഒന്നിച്ച് ഇറങ്ങുന്നത് ഇത്തരത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കും തുടങ്ങിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. ഈ പാർട്ടി കോൺഗ്രസിൽ നടക്കുന്ന ചർച്ചകളിലായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുക. 2 or 3 നേതാക്കൾക്ക് വരെ ഇളവ് ലഭിച്ചേക്കാം എന്നുള്ള സൂചനകളുണ്ട്. എന്നാൽ ഈ പാർട്ടി കോൺഗ്രസിലെ ചർച്ചകൾ ഇക്കാര്യത്തിൽ നിർണായകമാകും. അത്തരത്തിൽ ഇളവ് നൽകുകയാണെങ്കിൽ ഈ ഇളവ് ലഭിക്കുന്ന മുതിർന്ന നേതാക്കളിൽ ഒരാൾ ജനറൽ സെക്രട്ടറി ആകാനുള്ള സാധ്യതയുണ്ട്. അല്ലാത്ത പക്ഷം കേരള ഘടകത്തിൽ നിന്നുള്ള MA ബേബി നിലവിൽ ഈ പ്രായപരിധി പാലിക്കുകയാണെങ്കിൽ ഏറ്റവും സീനിയർ നേതാവായി എത്തുന്നത് MA ബേബി ആയിരിക്കും. അദ്ദേഹമായിരിക്കും ജനറൽ സെക്രട്ടറി ആകാനുള്ള സാധ്യത. കൂടുതലായും സാധ്യതയുള്ള നേതാവ് MA ബേബിയാണ്. ഒപ്പം തന്നെ കിസാൻ സഭ നേതാവ് അശോക് ദാവ്ലെ, BV രാഘവലു തുടങ്ങിയ പേരുകളും സജീവമായ പരിഗണനയിലുണ്ട്. ഈ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ കേന്ദ്ര കമ്മിറ്റി പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് വൈകിട്ടായിരിക്കും ചേരുക. ഇതിലായിരിക്കും പാർട്ടി കോൺഗ്രസിനുള്ള പ്രൊസീഡിയം, കമ്മിറ്റികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. ഒപ്പം തന്നെ പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ചുള്ള ചരിത്ര പ്രദർശനവും പുസ്തക പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട് തമിഴ്നാട് സംസ്ഥാന കമ്മിറ്റി. ഈ പ്രദർശനങ്ങളുടെ ഉദ്ഘാടനവും ഇന്ന് വൈകിട്ട് നടക്കും. റിജിത്ത്. ശരി, ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. പ്രായപരിധിയുമായി ബന്ധപ്പെട്ട് നേതാക്കൾക്ക് ഇളവില്ല എന്നാണെങ്കിൽ MA ബേബിയുടെ പേര് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്, പ്രധാനപ്പെട്ട പേരായി. അതുപോലെ അശോക് ദവാലയുടെ പേര് പരിഗണനയ്ക്ക് വരുന്നുണ്ട്. ഇനി നേതാക്കൾക്ക് പ്രായപരിധിയുമായി ബന്ധപ്പെട്ട് ഇളവ് കിട്ടുകയാണെങ്കിൽ ഏതെങ്കിലും മുതിർന്ന നേതാക്കൾ തന്നെ ഇളവ് കിട്ടുന്ന ഏതെങ്കിലും നേതാക്കൾ തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി PB യോഗം ഇന്ന് ചേരുന്നുമുണ്ട്. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. താമരശ്ശേരി ഷഹബാസ് കൊലക്കേസിൽ പ്രതികളായ വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. കോഴിക്കോട് ജില്ലാ കോടതിയാണ് പരിഗണിക്കുക. അഭിജിത്ത് മുഴക്കുന്ന് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. അഭിജിത്ത്, വിവരങ്ങൾ. അഭിജിത്ത്.
PK ഷഹബാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 6 പേരെയാണ് നിലവിൽ പോലീസ് പ്രതി ചേർത്തിട്ടുള്ളത്. ഈ 6 പേരും നിലവിൽ ഇപ്പോൾ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ കീഴിലുള്ള പ്രത്യേക കേന്ദ്രത്തിലാണ് അവരെ പാർപ്പിച്ചിരിക്കുന്നത്. ഇവർ നേരത്തെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിനെ സമീപിച്ചിരുന്നു. ജാമ്യം ലഭിക്കണമെന്ന ആവശ്യവുമായാണ് അവർ സമീപിച്ചത്. പക്ഷേ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഇവർക്ക് ജാമ്യം നൽകിയിരുന്നില്ല. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഇവർ ജില്ലാ കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഈ ഹർജിയാണ് ഇന്ന് ജില്ലാ കോടതി പരിഗണിക്കുക. ഒപ്പം തന്നെ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കണം എന്നുള്ള ഒരു ആവശ്യവുമായി കഴിഞ്ഞ ദിവസം ഷഹബാസിന്റെ പിതാവ് രംഗത്തെത്തിയിരുന്നു. കോഴിക്കോട് മുഖ്യമന്ത്രി എത്തിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് തങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഷഹബാസിന്റെ പിതാവ് അറിയിച്ചതാണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് കൂടി ഈ കൊലപാതകത്തിൽ പങ്കുണ്ട്, ആസൂത്രിതമായാണ് ഈ കൊലപാതകം നടത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പിതാവ് ഉന്നയിച്ചത്. ഈ രക്ഷിതാക്കൾ ഈ നഞ്ചക്ക് പോലെയുള്ള ഉപകരണങ്ങൾ, ഇത്തരം ആയുധങ്ങളൊക്കെ കുട്ടികളുടെ കൈവശം എങ്ങനെയാണ് എത്തിയത്, അതിൽ രക്ഷിതാക്കൾക്ക് പങ്കുണ്ട് എന്നുള്ളതായിരുന്നു പിതാവിന്റെ പ്രധാനപ്പെട്ട പരാതി. ഏതായാലും അക്കാര്യത്തിൽ കൂടി ഇനിയൊരു അന്വേഷണം ഏത് വിധത്തിലായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരീക്ഷയായിരുന്നു, SLC പരീക്ഷയായിരുന്നു. ഈ SLC പരീക്ഷ ഈ 6 വിദ്യാർത്ഥികൾ എഴുതുന്നതിനെതിരെയും വലിയ പ്രതിഷേധം അരങ്ങേറിയിരുന്നു. ഇനിയിപ്പോൾ ഏതായാലും ഇന്ന് കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. 6 പേരാണ്, 6 വിദ്യാർത്ഥികളാണ് നിലവിൽ പ്രതിപ്പട്ടികയിലുള്ളത്. കൂടുതൽ പ്രതികളുണ്ട്, അത് കേന്ദ്രീകരിച്ച് അന്വേഷണം വേണം, കൂടുതൽ പേരെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്ന ആവശ്യം കുടുംബം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ഇന്ന് ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാൻ പോകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. തിരുവനന്തപുരം വർക്കലയിൽ അമ്മയും മകളും റിക്കവറി വാഹനമിടിച്ച് മരിച്ച സംഭവത്തിൽ വാഹന ഡ്രൈവർ ടോണി ഒളിവിൽ തുടരുന്നു. പ്രതിക്കായി കല്ലമ്പലം പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പ്രദേശത്തെ CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചാണ് പരിശോധന. വാഹനത്തിന്റെ അമിത വേഗവും ഡ്രൈവർ മദ്യപിച്ചതുമാണ് അപകടത്തിന് കാരണം എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഞായറാഴ്ച രാത്രിയോടെയായിരുന്നു ഉത്സവം കണ്ട് മടങ്ങിയ ആൾക്കൂട്ടത്തിനിടയിലേക്ക് അമിത വേഗത്തിലെത്തിയ റിക്കവറി വാഹനം ഇടിച്ചു കയറിയത്. അപകടത്തിൽ പേരാറ്റിൽ സ്വദേശികളായ രോഹിണി, മകൾ അഖില എന്നിവർ മരിച്ചു. അപകടമുണ്ടാക്കിയതിനു ശേഷം വാഹന ഡ്രൈവർ ടോണി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇന്ന് ഏപ്രിൽ 1 ലോക വിഡ്ഢി ദിനമാണ്. ലോകം മുഴുവൻ ഇന്ന് ഉച്ചയ്ക്ക് 12 മണി വരെ വിഡ്ഢി ദിനം ആഘോഷിക്കുന്നു. നിരുപദ്രവകരമായ തമാശകളും കുസൃതികളുമൊക്കെയായാണ് വിഡ്ഢി ദിനം ആഘോഷിക്കുന്നത്. BC 45 ജൂലിയസ് സീസർ ആരംഭിച്ച കലണ്ടർ പ്രകാരം ഏപ്രിൽ 1 പുതുവർഷത്തിന്റെ തുടക്കം. പിന്നീട് 1582 പോപ്പ് ഗ്രിഗറി 13 പുതിയ കലണ്ടറിന് തുടക്കമിട്ടു. ജൂലിയൻ കലണ്ടറിൽ ചില മാറ്റങ്ങൾ വരുത്തിയാണ് ഗ്രിഗോറിയൻ കലണ്ടർ നിലവിൽ വന്നത്. പുതിയ കലണ്ടർ പ്രകാരം പുതുവർഷാരംഭം ജനുവരി 1 മാറി. വാർത്താവിനിമയ ഉപാധികൾ ഏറെ പ്രചാരത്തിലില്ലായിരുന്ന ആ കാലത്ത് പലരും ഈ മാറ്റം അറിഞ്ഞില്ല. ഏപ്രിൽ 1 പുതുവർഷം ആഘോഷിക്കുന്നത് തുടർന്നവരെ പരിഹസിച്ച് പല കഥകളും തമാശകളുമുണ്ടായി. ഇതാണ് വിഡ്ഢി ദിനത്തിന്റെ ചരിത്രമെന്ന് ഒരു വിഭാഗം പറയുന്നു. ഈ ദിനത്തിന്റെ തുടക്കത്തെക്കുറിച്ച് പല കഥകളുമുണ്ടെങ്കിലും ഏറെ പ്രചാരം കലണ്ടറിലെ മാറ്റവുമായി ബന്ധപ്പെട്ട കഥയ്ക്കാണ്. ലോകം മുഴുവൻ ഏപ്രിൽ 1 ഉച്ചയ്ക്ക് 12 മണി വരെ ഈ ദിനം ആഘോഷിക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ വിഡ്ഢിദിനം പല പേരുകളിൽ അറിയപ്പെടുന്നു. ഇംഗ്ലണ്ടിൽ നൂഡി, ജർമ്മനിയിൽ ലേപ്രിന, ഫ്രാൻസിൽ ഏപ്രിൽ ഫിഷ്, അങ്ങനെ പോകുന്നു. ബ്രിട്ടീഷുകാരുടെ വരവോടെയാണ് ഇന്ത്യയിൽ ഈ ദിനം പ്രചാരത്തിൽ വന്നത്. തമാശകളും കുസൃതികളുമൊക്കെയായി മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാതെ ഈ ദിനം ആഘോഷിക്കുകയാണ് ലോകം. റിസർച്ച് ഡെസ്ക് 24. തെയ്യങ്ങളിൽ അപൂർവവും ഏറെ പ്രത്യേകതയുമുള്ളതാണ് അഗ്നികണ്ഠാകർണൻ തെയ്യം. കാസർഗോഡ് കന്നുവീട് സ്വാമി മഠം ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായാണ് തെയ്യം കെട്ടിയാടുന്നത്. പുലർച്ചെ അരങ്ങിലെത്തിയ തെയ്യത്തെ കാണാൻ ആയിരങ്ങളാണ് എത്തിയത്. ഭയപ്പെടുത്തുന്ന രൂപഭാവങ്ങളോടെയാണ് അഗ്നികണ്ഠാകർണൻ തെയ്യം അരങ്ങിലെത്തുന്നത്. തെയ്യം തിരുമുടിയേറ്റുന്നതോടെ ക്ഷേത്ര പരിസരത്തെ വൈദ്യുതി വിളക്കെല്ലാം അണയ്ക്കും. അരയിലെ 16 വലിയ തീപ്പന്തങ്ങളുടെ പ്രഭയിൽ സ്വയം ഒരു തീഗോളം പോലെ ജ്വലിക്കും. വലിയ വീർത്ത പൊയ്ക്കണ്ണുകളും മുഖത്തെ വസൂരിക്കലയും നെഞ്ചിലേക്ക് നീളുന്ന കരിന്താടിയും തീപ്പന്തങ്ങളുടെ ചുവന്ന വെളിച്ചത്തിൽ കൂടുതൽ ഭയാനകമാകും. കൗങ്ങിൻ തടിയിലും കുരുത്തോലയിലും തീർത്ത 12 അടി തിരുമുടിയേന്തി തെയ്യം 3 തവണ ക്ഷേത്രം വലം വയ്ക്കും.
ഭദ്രകാളിയുടെ വസൂരി രോഗം മാറ്റാൻ പരമശിവന്റെ കണ്ടത്തിൽ ജനിച്ച് കർണത്തിലൂടെ പുറത്തുവന്ന മന്ത്രമൂർത്തിയാണ് അഗ്നികണ്ഠാകർണൻ എന്നാണ് വിശ്വാസം. ഭദ്രകാളിയുടെ വസൂരി നീക്കിയ മൂർത്തി മനുഷ്യകുലത്തെ ബാധിച്ച വസൂരി രോഗം മാറ്റാൻ ഭൂമിയിലേക്ക് എഴുന്നള്ളിയെന്നും വിശ്വസിക്കപ്പെടുന്നു. 24 കാസർഗോഡ്. സൗദിയിൽ വാഹനാപകടത്തിൽ മരിച്ച 3 മലയാളികളുടെ മൃതദേഹങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് അൽഹസയിൽ ഖബറടക്കും. കോഴിക്കോട് കാപ്പാട് സ്വദേശി സഹല, മകൾ ഫാത്തിമ അലിയ, കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശിയായ 6 വയസ്സുകാരൻ ദക്കുവാൻ എന്നിവരാണ് മരിച്ചത്. ദമാമിൽ നിന്ന് സുബൈർ ഉദിനൂർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുബൈർ, വളരെ വേദനയുണ്ടാക്കിയ വാർത്തയാണ്. പെരുന്നാൾ ദിനത്തിലുണ്ടായ അപകടമാണ്. എന്താണ് വിശദാംശങ്ങൾ? ഖബറടക്കമടക്കമുള്ള കാര്യങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങൾ എങ്ങനെ സുബൈർ? തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പെരുന്നാൾ ദിനത്തിൽ പ്രവാസികളെ ഒന്നടങ്കം ഏറെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു വാർത്തയായിരുന്നു ഞങ്ങൾ തേടിയെത്തിയത്. എന്തായാലും ഒമാനിൽ നിന്നും ഉംറയ്ക്ക് പുറപ്പെട്ട് സൗദിയിലെ ബക്കയിൽ വെച്ചാണ് അപകടമുണ്ടായത്. ആ അപകടത്തിൽ മരിച്ച 3 മലയാളികളുടെ മൃതദേഹങ്ങളാണ് ഇന്ന് ഉച്ചയ്ക്ക് അൽഹസയിൽ വെച്ച് ഖബറടക്കം നടത്തുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെരുന്നാൾ ദിനത്തിൽ ഉണ്ടായ വാഹനാപകടത്തിൽ കോഴിക്കോട് കാപ്പാട് സ്വദേശി ഷിഹാബിന്റെ ഭാര്യ സഹല, ഇവരുടെ മകൾ 8 വയസ്സ് പ്രായമുള്ള ഫാത്തിമ ആലിയ, അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മിസ്ഹബിന്റെ മകൾ 6 വയസ്സ് മാത്രം പ്രായമുള്ള മകൻ ദക്കുവാൻ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ സഹല എന്നിവരിങ്ങനെ 3 പേരാണ് മരണപ്പെട്ടത്. അവരുടെ മൃതദേഹങ്ങളാണ് ഇന്ന് ഉച്ചയ്ക്ക് ളുഹ്ർ നമസ്കാരാനന്തരം അൽഹസയിൽ വെച്ച് ഖബറടക്കം നടത്തുന്നത്. തീർച്ചയായിട്ടും ഏറെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ സങ്കടമുള്ള ഒരു വാർത്തയാണ്. അതുപോലെ തന്നെ ഈ നേരത്തെ മരിച്ച 2 കുടുംബത്തിൽപ്പെട്ട അതുപോലെ 2 പേരും ഇവിടുത്തെ ഷിഹാബും അതുപോലെ തന്നെ മിസ്ഹാബും ഇവിടുത്തെ പ്രവാസി സംഘടന റിസാല സ്റ്റഡി സർക്കിളിന്റെ നാഷണൽ ഭാരവാഹികളായിരുന്നു. അപകടം അറിഞ്ഞത് മുതൽ തന്നെ ഇവിടുത്തെ എല്ലാ സഹായങ്ങളുമായിട്ട് അൽഹസയിലെ ICF RSC പ്രവർത്തകർ രംഗത്തുണ്ടായിരുന്നു. ICF അൽഹസ റീജിയണൽ നേതാക്കളും മറ്റും പ്രവർത്തകർ ചേർന്നാണ് മൃതദേഹം ഖബറടക്കുന്നതിനുള്ള വിട്ടുകിട്ടുന്നതുൾപ്പെടെയുള്ള എല്ലാ തുടർ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയത്. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ മൃതദേഹം ഖബറടക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിഞ്ഞത് അല്പം ഒരു ആശ്വാസം നൽകുന്നതാണ്. ശരി, ദമാമിൽ നിന്ന് സുബൈർ ഉദിനൂർ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഉത്സവത്തിനും വിഷു പൂജകൾക്കുമായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 4 മണിക്ക് തന്ത്രി കണ്ഠരര് രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കും. ഏപ്രിൽ 2 രാവിലെ 9:45-നും 10:45-നും ഇടയിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ കാർമ്മികത്വത്തിൽ ഉത്സവത്തിന് കൊടിയേറും. ഏപ്രിൽ 11-നാണ് പമ്പാനദിയിൽ ആറാട്ട്. ഉത്സവം കഴിഞ്ഞ് വിഷുവിനോടനുബന്ധിച്ച് പൂജകൾ കൂടി വരുന്നതിനാലാണ് തുടർച്ചയായി 18 ദിവസം ദർശനത്തിന് അവസരം ലഭിക്കുന്നത്. വിഷു ദിവസമായ ഏപ്രിൽ 14 രാവിലെ 4 മണി മുതൽ 7 മണി വരെ വിഷുക്കണി ദർശനം. വിഷുദിനത്തിൽ രാവിലെ 7 മുതലാകും അഭിഷേകം. പൂജകൾ പൂർത്തിയാക്കി ഏപ്രിൽ 18 രാത്രി 10 മണിക്ക് ഹരിവരാസനം ചൊല്ലി നടയടയ്ക്കും. ഈ റിപ്പോർട്ടോടെ മോർണിംഗ് ന്യൂസിന്റെ സമയം പൂർത്തിയാവുകയാണ്.